അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ കാര്യമായിട്ട് പഠിക്കാൻ പോണേ. എല്ലാവരും ഓരോ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു പ്രാക്ടീസിൽ നിൽക്കുന്നതെന്നുള്ളതിന് ഞാൻ നിങ്ങളെ കൺഗ്രാലേറ്റ് ചെയ്യുകയാണ്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ദിവസം ഈ ഒരു ശീലത്തിൻ്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു കഴിവ് തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും ഇത്രയും അധികം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും നിങ്ങളെ ഒന്ന് കൺഗ്രാലേറ്റ് ചെയ്യുക. നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളെ തന്നെ ഒന്ന് കൺഗ്രാലേറ്റ് ചെയ്യുക. കാര്യം നിങ്ങൾ അത്രയും അമേസിംഗ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു മാന്ത്രിക പട്ടിക ഉണ്ടാക്കാനാണ്. പലപ്പോഴും എന്നോട് എൻ്റെ ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വരുമ്പോൾ എനിക്ക് 100 തടസ്സങ്ങൾ വരുന്നു. ആ തടസ്സങ്ങളിൽ ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഒരു രക്ഷയില്ല. എനിക്ക് ആ ഒരു സാഹചര്യങ്ങളിൽ ഞാൻ ആഗ്രഹിക്കണമെന്ന് എൻ്റെ ലൈഫിന് ഫുൾ തടസ്സങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എങ്ങനെ നമ്മൾക്ക് ഈ തടസ്സങ്ങളെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് സുഗമമായിട്ട് നടക്കാനായിട്ടുള്ള മാന്ത്രിക വിദ്യയാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. എത്ര പേര് എക്സൈറ്റഡ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻ്റൊക്കെ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എക്സൈറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഈഡൻ ഫിൽപോർട്സ് എന്ന് പറഞ്ഞ നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മാന്ത്രിക കാര്യങ്ങൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് മൂർച്ചയേറ്റി വളർത്തേണ്ടതിനായി കാത്തു നിൽക്കുന്നു. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ കൃതജ്ഞത പറയുവാണെങ്കിൽ എന്ത് ഗുണമുണ്ടാവും എന്നറിയാമോ? കൃതജ്ഞത എല്ലാ കാര്യത്തിലും നമ്മൾ പറയുമ്പോഴത്തേക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക. ആ സുഹൃത്തിൻ്റെ പ്രത്യേകത എന്താ? അവൻ നമ്മളെ ഒരിക്കലും താഴെ വീഴാൻ സമ്മതിക്കില്ല. അവൻ എന്നും നമുക്ക് വേണ്ടി ഉണ്ടാവും. നമ്മൾ ഒരാളുടെ മുമ്പിലും തോക്കാനോ വീണ്ടും പോകാനോ ഒന്നും അവൻ സമ്മതിക്കില്ല. എത്ര ശക്തമായിട്ട് നമ്മളെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കാവോ അത്രയും രക്ഷിക്കണ നല്ലൊരു സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരിക്കലും അവനെ വിട്ടുകളയരുത് കേട്ടോ. അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ കൃതജ്ഞത നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതുപോലൊരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബലമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കൃതജ്ഞത ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും നമ്മുടെ ജീവിതം കൂടുതൽ സമ്പന്നമാവും. നമ്മൾ കൂടുതലായിട്ട് കൃതജ്ഞതയിലേക്ക് ഓരോ ദിവസവും ഈ മാന്ത്രിക പരിശീലനം വഴി നമ്മൾക്ക് പുതിയൊരു വഴി തന്നെ വെട്ടിത്തുറന്നിങ്ങനെ വരും. നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ പറ്റും, എനിക്ക് എന്തും സൃഷ്ടിക്കാൻ പറ്റും എന്നൊരു മാന്ത്രികതയിലേക്ക് നമ്മൾ ഓരോ ദിവസവും എത്തുവാണ്. പിന്നെ നമ്മളുടെ വഴിയിൽ ഒരു തടസ്സവും ഇല്ല. നമ്മൾക്ക് വളരെ സുഗമമായിട്ട് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ പോണതാണ്. എല്ലാ ദിവസവും മനുഷ്യനാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ നമ്മൾ ചില സമയത്ത് ആലോചിക്കും വളരെ കുഞ്ഞു പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മൾ ഓർക്കും, ഇന്ന് എന്ത് ചെയ്യാനാ, ഈ പ്രശ്നം ഇന്ന് എങ്ങനെ പരിഹരിക്കും, ആരാണ് എന്നെ സഹായിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ വിഷമിക്കും. ചിലപ്പോൾ ഇന്ന് രാവിലെ മെയ്ഡ് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നേ എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് വരാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ ഒരു കുഞ്ഞു കോളിൽ അന്നത്തെ നമ്മുടെ എല്ലാ പ്ലാനും തഴയ്ക്ക് പോകും. കാര്യം എന്താ, എനിക്കാകെ 24 മണിക്കൂറേ ഉള്ളൂ. ഞാൻ എൻ്റെ ജോലിക്ക് പോയില്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? എൻ്റെ കുഞ്ഞിന് 6 മാസമായ കുഞ്ഞിനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ആരെ എനിക്ക് ഏൽപ്പിക്കാനോ ഒരാളുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് സ്ട്രക്കാവും ഇല്ലേ? അപ്പം നമ്മൾക്ക് ആകെ ഒരു വിഷമിച്ചതായിട്ട് തോന്നും. ആരും നമ്മളെ സഹായിക്കാനില്ലാത്തൊരവസ്ഥയ്ക്ക് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാമോ? നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തെ മാറ്റാനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എന്ത് കാര്യങ്ങളും വരട്ടെ, ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു മാന്ത്രിക പട്ടിക എഴുതാം. ആ പട്ടിക എഴുതിയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു അസുഖം വന്നു. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഡോക്ടറെ കിട്ടാനായിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ആവശ്യം, അങ്ങനെ നമുക്ക് ചെയ്ത് കിട്ടേണ്ട അല്ലെങ്കിൽ നമ്മൾ പരിഹരിക്കേണ്ട ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും പട്ടിക എഴുതി തയ്യാറാക്കുക. ചിലപ്പോൾ നമുക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹമാണ് നല്ല അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ അടങ്ങിയ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെയും ഒരു മേക്കപ്പ് ആളെയും കിട്ടണം. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ്. ഇങ്ങനെയുള്ള ഏത് ആഗ്രഹവും നമുക്ക് ലിസ്റ്റായിട്ട് എഴുതാം. അത് നമുക്ക് യൂണിവേഴ്സിനോട് അതിനെ ആവശ്യപ്പെടാം. നമ്മൾക്ക് ഈ ഒരു കാര്യമൊക്കെ എനിക്ക് വേണ്ടി സോൾവ് ചെയ്ത് തരണം, അതിന് വേണ്ടിയിട്ട്
നമ്മൾക്കൊരു റിക്വസ്റ്റ് പോലെ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു പട്ടിക നിങ്ങൾ എഴുതിയുണ്ടാക്കാം. ഈ പട്ടിക എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നിങ്ങൾ മാന്ത്രിക പട്ടിക എന്ന് പറഞ്ഞിട്ട് തലക്കെട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സമയം ലഭിക്കാത്ത കാര്യമാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാവാം, ഇവയെല്ലാം നിങ്ങൾക്ക് ഈ മാന്ത്രിക പട്ടികയിൽ ചേർക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള നിലവിലുള്ള പ്രശ്നമാവും. ഇപ്പോൾ ഒരു മെയ്ഡിനെ കിട്ടാൻ അതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചു പഠിക്കാത്തതാവാം, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവാം. അപ്പം നിങ്ങളുടെ ദിനം പ്രതിയുള്ള ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കണം, എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പട്ടിക നിങ്ങൾ എഴുതുക. ഈ പട്ടിക പൂർത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുൾ എഴുതാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ എഴുതിക്കോ കേട്ടോ, എല്ലാം കൂടെ എഴുതിക്കോ. കാര്യം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ലിസ്റ്റും വെച്ചിട്ടൊരു പട്ടിക ഉണ്ടാക്കുക. ഈ പട്ടിക ഉണ്ടാക്കി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? അതിനെ ഒന്നുകൂടി നോക്കിയിട്ട് അതിൽ നിന്ന് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള 3 കാര്യങ്ങൾ എടുക്കണം. ആ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ചിലപ്പോൾ ഇപ്പോൾ ഒരു മെയ്ഡാണ്, നല്ലൊരു മെയ്ഡിൻ്റെയാണ് ആവശ്യം, ഞാൻ മെയ്ഡിൻ്റെ കാര്യം എടുക്കണം. അന്നേരം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ വിചാരിക്കണം, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു മെയ്ഡ് ശരിക്കും എനിക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് ഒരു മെയ്ഡിനെ കിട്ടി, എന്നിട്ട് അവർ എൻ്റെ അടുക്കള ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം, എൻ്റെ കുഞ്ഞിനെ വളരെ നന്നായിട്ട് നോക്കണം. അങ്ങനെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ പരിഹരിച്ചതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് അത് പരിഹരിക്കാൻ പറ്റിയതിന്, ആ സാഹചര്യം ഒരുക്കി തന്ന യൂണിവേഴ്സിന് നിങ്ങൾ നന്ദി പറയണം. ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾ ഒരു സമയത്ത് 1 മിനിറ്റെങ്കിലും എടുക്കണം ഒരു കാര്യത്തിന് നിങ്ങൾ നന്ദി പറയാൻ. അപ്പോൾ അതെന്തിനാണെന്നറിയാമോ? ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അത് കിട്ടിയതായിട്ട് നടന്നു കഴിഞ്ഞാൽ, നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയതായിട്ടാണ് നിങ്ങൾ നന്ദി പറയുന്നത്. അപ്പോൾ ആ നന്ദി പറയുമ്പോഴത്തേക്കുള്ള പ്രത്യേകത, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സാഹചര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ തന്നെ അത് റെഡിയാവുകയാണ്. കാര്യം എന്താ? ആകർഷണം എന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരേപോലെയുള്ളവ ആകർഷിക്കപ്പെടുന്നു. അപ്പം നിങ്ങൾക്ക് അത് ആ ഒരു മാനസികാവസ്ഥ വരുമ്പോൾ നിങ്ങളിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആൾക്കാർ വരുന്നു. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല റൈറ്റ് എൻവയോൺമെൻറ്റിലേക്ക്, റൈറ്റ് പേഴ്സണിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുവാണ്. അപ്പോൾ അതോടെ നിങ്ങളുടെ ആ പരിഹാരം അപ്പം തന്നെ നിങ്ങളുടെ ആ പരിഹാരത്തിന് വേണ്ടിയിട്ടൊരു ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നം തീരുവ ചെയ്യണേ. അപ്പോൾ അത് ആ പരിഹരിച്ചതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ പ്രശ്നമൊക്കെ ചെയ്ത് എൻ്റെ വീട് വളരെ നല്ല ഫങ്ഷണലായിട്ട് ആവണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ ഇത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ശരിക്കും ഞാൻ ഓൾമോസ്റ്റ് ജിമ്മിലേക്ക് പോവുകയാണേ. ജിമ്മിൽ പോണ സമയത്ത് ഞാൻ 2 കമ്മലും എൻ്റെ കാതിയിട്ടിട്ടുണ്ട്. ഈ കമ്മലിൽ കാതൊക്കെ ഇട്ടൊരു വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ഡയമണ്ട് റിംഗ് ആണ്. ഇത് കിട്ടിയ യോഗയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു കാതിൽ ഈ സംഭവം ഒരു കമ്മലില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാര്യം ഈ ഒരു ഡയമണ്ടിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പണ്ട് സിംഗപ്പൂർ പോയി മേടിച്ചതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. കാര്യം ഒരു 2001 മേടിച്ചതാണ്. അപ്പോൾ എനിക്കത് അറിയില്ല അതിന് കിട്ടുമോ, പോയോ, എവിടെ പോയി, ഒരു ഐഡിയ ഇല്ല കേട്ടോ. എങ്കിലും ആ ഒരെണ്ണം കിട്ടിയത് ഞാൻ ഒരു ബോക്സിലേക്കൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഒന്നുമില്ലാന്നേ, എൻ്റെ അത് വേറെ എങ്ങും പോയിട്ടില്ല. കാര്യം ഞാൻ കുറേ യാത്ര ചെയ്തു. അത് കഴിഞ്ഞിട്ട് ശരിക്കും കടയിൽ പോയിട്ട് ചായയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നേക്കണത്. അപ്പോൾ എവിടെ പോയി എന്നൊരു ഐഡിയ ഇല്ല. ഈ സാധനം ഉണ്ടോയെന്നും അറിയില്ല, വണ്ടിയിലാണോ പുറത്താണോ ഒന്നും അറിയില്ല. എങ്കിലും ഞാൻ വെറുതെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു, എൻ്റെ ഈ സംഭവം എനിക്ക് കിട്ടിയതായിട്ട് കേട്ടോ. പക്ഷേ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മറന്നുപോയി കേട്ടോ. അതിന് പിറ്റേ ദിവസം രാവിലെ എണീറ്റ്. അപ്പോൾ അന്ന് തന്നെ ഞാനിങ്ങനെ കിട്ടിയതായിട്ട് നന്ദിയൊക്കെ എഴുതി കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് അറിയുമ്പോൾ, പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഒരു സൈഡിൽ തന്നെ ഈ സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കൃതജ്ഞത നമ്മൾ പ്രകാശിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഏത് സാധനങ്ങളെ പോലും നമ്മൾക്ക് വേണ്ടിയിട്ട് കിട്ടാൻ പോലുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒന്നും നഷ്ടപ്പെടാതെ നമ്മുടെ ലൈഫ് ശരിക്കും നമുക്ക് വളരെ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സാധനം പോയ അപ്പം തന്നെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു. എനിക്ക് ആ സാധനം കിട്ടി. എനിക്കതിന് നന്ദിയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ചൊല്ലണ ലെവലിൽ പോയി. പിന്നെ വന്നിട്ട് ഞാൻ എഴുതി. അപ്പം ആ ഒറ്റ എഴുതിയപ്പോൾ തന്നെ എനിക്ക് വേണ്ടിയിട്ട് അത് എൻ്റെ കയ്യിൽ തന്നെ അത് കിട്ടുകയോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാന്ത്രിക പരിശീലനം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് എന്ത് സാധനങ്ങൾ കാണാതെ പോയാലും ഒക്കെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാളെ കിട്ടാനായിട്ട് യൂസ് ചെയ്യാം, ഏതിനും യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് മാന്ത്രിക പരിശീലനം എന്താണ്? സാധാരണ നമ്മൾ ചെയ്യണ പോലെ നമ്മൾക്ക് ലഭിച്ച 10 അനുഗ്രഹങ്ങൾ എണ്ണുക. ആ അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതിയിട്ട്
അത് ആവർത്തിച്ച് അതിനൊക്കെ നന്ദി പറയുക. ഓരോ ആൾക്കാരും തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. അതിന് ഒരു ദിവസവും മാറ്റം വരുത്തരുത് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പ്രശ്നങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മാന്ത്രിക പട്ടിക എന്നുള്ള തലക്കെട്ടിലാണ് നമ്മളത് എഴുതേണ്ടത്. ആ പട്ടികയിൽ നിന്ന് 3 കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ എടുക്കുക. ഒരു സമയത്ത് ഒരെണ്ണം എന്ന കണക്കിൽ 1 മിനിറ്റ് എടുത്ത് അത് നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് ഓരോ കാര്യത്തിനും നിങ്ങൾ നന്ദി കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? ഉറങ്ങാൻ പോണതിന് മുമ്പ് നിങ്ങൾ ആ മാന്ത്രിക കല്ലെടുക്കുക. ആ കല്ലെടുത്ത് അന്നേ ദിവസം നടന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും നിങ്ങളെ സഹായിച്ച ഓരോ മനുഷ്യർക്കും നിങ്ങൾ നന്ദി പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത്രയും പ്രൊഡക്റ്റീവായിട്ട് സൂപ്പർ പ്രൊഡക്റ്റീവ് ഡേ ആക്കി തന്നതിന് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങുക. അപ്പം നമ്മുടെ 18ാമത്തെ ദിവസത്തെ പ്രാക്ടീസ് അങ്ങനെ അവസാനിച്ചു. അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു പ്രാക്ടീസായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഇത് കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കാൻ അവരുടെ ലൈഫിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും മറക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്.